തള്ളിക്കയറുമല്ല, ഞങ്ങൾ തള്ളിക്കയറാൻ വന്നവരല്ല. ഞങ്ങളൊരു നിവേദനം തരാൻ വന്നതാണ് സാറിന്. ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് യൂത്ത് കോൺഗ്രസ് നൽകുന്ന നിവേദനം 1982 തറക്കല്ലിട്ട് 90 പൂർത്തിയായി പ്രവർത്തനം തുടങ്ങിയ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം കാലപ്പഴക്കം കൃത്യമായി പരിപാലനവുമില്ലാതെ ക്ഷയിച്ച് ജീർണാവസ്ഥയിലാണ്. ഇപ്പോൾ നിരന്തരം ദ്രവിച്ച കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്നതും ഈ കെട്ടിടത്തിലെ ജോലി ചെയ്യുന്ന ജീവനക്കാരും പലവിധ ആവശ്യങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങളും സുരക്ഷിതരല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പുതുക്കി പണിയില്ലെങ്കിൽ ജനങ്ങളുടെ ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തി എല്ലാവർക്കും ഓരോ ഹെൽമറ്റും ഓരോ ഫസ്റ്റ് എയ്ഡ് കിറ്റുമെങ്കിലും ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റിനെ അറിയിക്കുന്നതിനായി താലൂക്കിലെ സംസ്ഥാന അഡ്മിനിസ്ട്രേഷന്റെ പ്രതിനിധി എന്ന നിലയിലും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ താലൂക്കിലെ പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിലും ബഹുമാനപ്പെട്ട കോഴഞ്ചേരി തഹസിൽദാർക്ക് ഞങ്ങൾ ഈ നിവേദനം നൽകുന്നതോടൊപ്പം താങ്കൾക്കും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും ഹെൽമറ്റും ഞങ്ങൾ നൽകുകയാണ്. കാരണം താങ്കളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തഹസിൽദാർക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അവർ പരാതിക്കൊപ്പം ഒരു ഹെൽമറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റുമായാണ് എത്തിയത്. പക്ഷേ ആ കിറ്റും ഹെൽമറ്റും എന്തായാലും തഹസിൽദാർ ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. പരാതി വാങ്ങിയിട്ടുണ്ട്. പരാതി മാത്രമാണ് സ്വീകരിച്ചത്. ആ തഹസിൽദാർ സ്വീകരിച്ചത് പരാതി മാത്രമാണ്. ഞങ്ങളുടെ നിവേദനം സ്വീകരിച്ച് ഉടൻ തന്നെ ഇപ്പം തന്നെ കളക്ടറിൽ അത് എത്തിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചു. ഞങ്ങൾ വളരെ മാന്യമായ രീതിയിൽ സമാധാനപരമായി ഈ ബിൽഡിങ്ങിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം കസ്റ്റോഡിയനും ഈ താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ തഹസിൽദാർക്ക് നിവേദനം ഞങ്ങൾ കൊടുക്കാൻ വന്നതാണ്. കൊടുക്കാൻ വരുമ്പോൾ ആദ്യം അദ്ദേഹം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചാർജും അദ്ദേഹത്തിനാണ് ഈ താലൂക്കിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടെ കാണുകയായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും ഹെൽമറ്റും ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. പക്ഷേ അദ്ദേഹം അത് വാങ്ങാൻ തയ്യാറായില്ല. നിവേദനം സ്വീകരിച്ച് ഉടൻ തന്നെ നടപടി സ്വീകരിക്കാമെന്നാണ് അറിയിച്ചത്. നിലംപൊത്തി ഇതിനടിയിൽ ജീവനക്കാരുണ്ടെങ്കിൽ സാറേ, ഇതിന്റെ അടിയിൽ ജീവനക്കാരുണ്ടെങ്കിൽ ആരുമില്ലെന്ന് പറയും സാറേ. ഇത് മേടിക്കാം സാറേ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇതൊന്നും മേടിക്കാം സാറേ. വേറെ നിവൃത്തിയില്ല സാറേ. ജനങ്ങളുടെ ജീവൻ ഇവിടെ സംരക്ഷണമില്ല. ദയവായി ഇതൊന്ന് മേടിക്കണം. ജീവനക്കാർക്കൊന്നും ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയാണോ ഇവിടെ? ജീവനക്കാർക്ക് മാത്രമല്ല, ഇവിടെ വരുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്കുൾപ്പെടെ യാതൊരുവിധ സുരക്ഷയും ഇവിടെയില്ല. അതും ഇല്ലാത്തത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു മാതൃകാപരമായ സമരവുമായി ഞങ്ങൾ വന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇനിയും വരുന്ന ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് കഴിയാവുന്ന ജീവനക്കാർക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽമറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും ഞങ്ങൾ വാഗ്ദാനം ചെയ്യും. മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയോ? എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? മന്ത്രിയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയാണ് ഈ വിഷയം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ് എന്ന് പറഞ്ഞ് മന്ത്രിയെ നേരിട്ട് കാണുകയും മുഴുവൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിൽ വാർത്ത ചെയ്തതാണ്. വളരെ അപകടകരമായ അവസ്ഥയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കൂട്ടി ഇതങ്ങാണ് നിലംപൊത്തിയത്. ഇതിനിടയ്ക്ക് ആരെങ്കിലും മനുഷ്യജീവനുകൾ ഉണ്ടെങ്കിൽ അവരില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവും. അതിന് പേടിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ശക്തമായ ഒരു വരും ദിവസങ്ങളിലെ പ്രതിഷേധമൊക്കെ എങ്ങനെയാണ്? വരും ദിവസങ്ങളിൽ ഞങ്ങൾ മാതൃകാപരമായ രീതിയിൽ ഞങ്ങൾ നിവേദനം നൽകി. ആ നിവേദനത്തിന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധ സമരവും കൂടാതെ ഫസ്റ്റ് എയ്ഡ് കിറ്റും ഹെൽമറ്റുകളും ഇവിടെ ഇറക്കി മുഴുവൻ ജീവനക്കാർക്കും എത്തിക്കാനുള്ള പരിശ്രമം ഞങ്ങൾ ആരംഭിക്കും. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. ഇന്നെന്തായാലും നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലാണ് ഈ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ പരാതികളൊക്കെ ആയി വന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. വലിയ തോതിൽ തകർന്ന് പലയിടങ്ങളിലും അടർന്നു വീണ നിലയിലാണ് പത്തനംതിട്ടയിലെ ഈ ഒരു മിനി സിവിൽ സ്റ്റേഷൻ. ജീവനക്കാർക്കൊക്കെ ഒരു സുരക്ഷിതത്വമില്ലായ്മയുണ്ട്. നിരവധി സർക്കാർ ഓഫീസും കോടതി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന ഒരു കെട്ടിടമാണ് ഇത്തരത്തിൽ ശോചനീയമായ അവസ്ഥയിലുള്ളത്. അതിനെതിരെയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം സമാനമായ രീതിയിൽ തുടരുമെന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട.